ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CK വ്ളോഗ്സ്. നമുക്ക് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്നിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കായപ്പൊടി ഇതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും അതിലേക്കിട്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉരുളക്കിഴങ്ങല്ല ബീട്രൂട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ മോള് അത് ഇങ്ങനെ കടിക്കുമ്പം കഴിക്കൂല, അതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് നമ്മൾ നോർമൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം അടുപ്പിൽ വെച്ച് പിന്നെ അതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ദോശമാവെടുത്ത് ഇതുപോലെ ദോശ തവ വെച്ച് നമുക്ക് നോർമൽ ഗീ റോസ്റ്റൊക്കെ ചുടുന്ന പോലെ തന്നെ ദോശ നല്ല നൈസായിട്ട് ചുടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നെയ്യില്ലെങ്കിൽ ഓയിലാക്കി കൊടുക്കുക. കുറച്ച് നല്ലോണം തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാലയും കൂടി വെച്ച് ഏത് രീതിയിലാണോ വേണ്ടത് അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ്. ഇതൊരു സിമ്പിൾ മസാല ദോശ റെസിപ്പിയാണ്. പലരും പല വിധത്തിലായിരിക്കും മസാല ദോശ ഉണ്ടാക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.